ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കൊച്ചി തീരദേശ സാംസ്കാരികോത്സവം ജാലർ 2025 ശനിയാഴ്ച നടക്കും. പശ്ചിമ കൊച്ചി തീരദേശ സാംസ്കാരികോത്സവമായ ജാലർ 2025 ശനിയാഴ്ച വൈകിട്ട് 8 മണി മുതൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കണ്ടക്കടവ് PX ആന്റണി നഗറിലാണ് നടക്കുന്നത്. കണ്ടക്കടവിലുള്ള കാളിപ്പറമ്പ് മൈതാനിയിൽ ജാലർ 2025 വേദിയൊരുങ്ങും. KJ മാക്സി MLA നേതൃത്വത്തിലും കൃപാസനം ഇൻഡോ യൂറോപ്യൻ ഫോക്ക് ആർട്ട് പള്ളിത്തോടിന്റെ ആഭിമുഖ്യത്തിലുമാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. 40 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടക്കടവിൽ അവതരിപ്പിച്ചിട്ടുള്ള ഭക്തമാർ അല്ലേഷ് നാടകത്തിൽ അഭിനയിച്ച കലാകാരന്മാരെയും കൊച്ചിയിലെ വിവിധ കളരികളിലെ ആശാന്മാരെയും ചടങ്ങിൽ ആദരിക്കും. തുടർന്ന് ഭക്തന്മാർ അല്ലേഷ് ചവിട്ട് നാടകം വേദിയിൽ അരങ്ങേറും. അതുപോലെ തന്നെ കൃപാസനം യൂറോപ്യൻ സ്കൂൾ ഓഫ് ഫോക്ക് ആർട്സിന്റെ ആഭിമുഖ്യത്തിൽ 2018 മുതൽ സമാരംഭിച്ച ജാലർ 2025 മെയ് 3 ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് നിർദീപം തെളിച്ച് ബഹുമാന്യായ കൊച്ചിയുടെ ജനകീയ MLA ഉദ്ഘാടനം ചെയ്യുന്നു. അതോടനുബന്ധിച്ച് 40 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടക്കടവിൽ അരങ്ങേറിയ ഭക്തന്മാരിലെ എന്ന നാടകത്തിന്റെ അവതരണവും നടക്കും. അതുപോലെ തന്നെ ആ നാടകത്തിൽ അഭിനയിച്ചവരും കൊച്ചിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതായ പ്രഗത്ഭരായ ഈ നാടകത്തിന് വേണ്ടി ജീവിതവും അവരുടെ ജീവനുമെല്ലാം ബലി കൊടുത്ത ഒരുപാട് ആശാന്മാര് ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവർ ഇന്ന് ചവിട്ടാരംഗത്ത് അവർ സജീവമായി നിൽക്കുന്നതാണ്. അവരെയും ആദരിക്കുന്ന ചടങ്ങ് നടക്കുകയാണ്. ഇത് കൃപാസനവും അതുപോലെ തന്നെ കൊച്ചിയുടെ ജനകീയനായ MLA KJ മാക്സിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. എല്ലാ മേഖലയിലുള്ള കലാകാരൻ ആശാന്മാരെ മാത്രമല്ല, ഈ ചവിട്ടാരംഗത്ത് പിന്നണിയിലും അരങ്ങിലും അണികളിൽ പ്രവർത്തിക്കുന്ന എല്ലാ കലാകാരന്മാരും ആദരിക്കൽ ചടങ്ങും 53 ചവിട്ടുനാട രംഗത്ത് പ്രവർത്തിക്കുന്ന 53 പേരെ ആദരിക്കൽ ചടങ്ങാണ് നടക്കുന്നത്. ഇന്നേവരെ ജാലറിൽ കാണാത്ത 2025 അതിവിപുലമായ രീതിയിൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് നാടകത്തിൽ അഭിനയിക്കുന്നവരെ മാത്രമാണ് ആദരിക്കുന്നത്. ജോൺ നസ്രത്തും വർഗീസ് പനേപ്പിള്ളിയും രചന നിർവഹിച്ച നാടകം സംവിധാനം നിർവഹിക്കുന്നത് ജോസി കണ്ടക്കടവ്, ഷാജി എഴുപുന്ന, സുരേഷ് കണ്ണമാലി എന്നിവർ ചേർന്നാണ്. പത്രസമ്മേളനത്തിൽ ജോസി കണ്ടക്കടവ്, ഷാജി എഴുപുന്ന, സുരേഷ് കണ്ണമാലി, PJ സേവ്യർ, VA ജെയിംസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.